പാരസെറ്റാമോൾ സുരക്ഷിതമാണെന്നും ഉപയോഗത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ലോകാരോഗ്യ സംഘടന മുൻ ഗവേഷക ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. പാരസെറ്റാമോളിന്റെ പ്രധാന ഘടകമായ ടൈലിനോൾ എന്ന വേദനസംഹാരി ഓട്ടിസത്തിലേക്ക് നയിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിനു പിന്നാലെയാണ് സൗമ്യ സ്വാമിനാഥന്റെ പ്രതികരണം. പാരസെറ്റാമോളും ഓട്ടിസവുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും താൻ കണ്ടെത്തിയിട്ടില്ലെന്നും സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. പാരസെറ്റാമോൾ സുരക്ഷിതമാണെന്നും ഡോക്ടറുടെ നിർദ്ദേശത്തോടെ കഴിക്കാവുന്ന അവർ പറഞ്ഞു. ഏതു മരുന്നിന്റെയും ദീർഘകാല ഉപയോഗമാണ് പ്രശ്നം. അതിൽ പാരസെറ്റാമോളും പെടും. വൃക്കയിലെ തകരാറുകൾക്കാണ് ഇവ കാരണമാകുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവ കഴിക്കുന്നത് സുരക്ഷിതമാണ്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ മരുന്നാണ് പാരസെറ്റാമോൾ എന്ന് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ വ്യക്തമാക്കുന്നു. വളരെ വിചിത്രമായ പരാമർശമാണ് ട്രംപ് നടത്തിയിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. പൊതുജനം ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. ഇത്തരം ആശങ്കാകുലമായ പരാമർശങ്ങൾ നിർത്തലാക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. വേദന സംഹാരിയും പനി ഭേദപ്പെടുത്താനും ഓവർ ദി കൗണ്ടറായി ലഭിക്കുന്ന അസറ്റാമിനോഫിൻ എന്ന മരുന്നിന്റെ ബ്രാൻഡ് നെയിമാണ് ടൈലിനോൾ. തിങ്കളാഴ്ചയാണ് ഗർഭിണിയായ യുവതികൾ പാരസെറ്റാമോൾ കഴിക്കരുതെന്ന് ട്രംപ് പറഞ്ഞത്. അത്യാവശ്യ സന്ദർഭങ്ങളിലല്ലാതെ ഗർഭിണികൾ ഇത് കഴിക്കരുതെന്ന് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനോട് നിർദ്ദേശിക്കുമെന്നും ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ ട്രംപ് പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു പാർശ്വഫലങ്ങളും ടൈലിനോളിന് ഇല്ലെന്ന് അതിന്റെ നിർമ്മാതാക്കളും വെബ്സൈറ്റിലൂടെ ഉറപ്പു നൽകി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.